ആരോൺ ജേക്കബ് തോമസ്. ജെ അഡ്വാൻസ്ഡ് 2026 എക്സാമിൽ ഓൾ ഇന്ത്യ തലത്തിൽ 1529 റാങ്ക് നേടി കേരളത്തിലെ ടോപ്പർമാരുടെ നിരയിൽ ഇടം നേടിയിരിക്കുകയാണ് ആരോൺ ജേക്കബ് തോമസ്. എറണാകുളം കളമശ്ശേരി സ്വദേശിയായ ആരോൺ ഡോക്ടറായ ബോബി ജേക്കബിന്റെയും ഹൗസ് വൈഫായ ബാല ബോബി ജേക്കബിന്റെയും മകനാണ്. കെ മാന്നാനം സ്കൂളിലെ +1+2 പഠനത്തോടൊപ്പം ബ്രില്യന്റിന്റെ IIT എയിംസ് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിലൂടെ എൻട്രൻസ് കോച്ചിംഗ് നേടിയാണ് ആരോൺ സ്വപ്നതുല്യമായ ഈ വിജയം നേടിയെടുത്തിരിക്കുന്നത്. ആരോണിന്റെ വാക്കുകളിലേക്ക്. ഓരോ സബ്ജക്റ്റിനും അതിൻ്റെ തന്നെ ഒരു അപ്രോച്ച് ആവശ്യമുണ്ട്. കെമിസ്ട്രിക്ക് ആണെങ്കിൽ കുറെ തിയറി എക്സ്ട്രാ വരുന്നതുകൊണ്ട് ആ തിയറി തന്നെ കുറച്ചധികം ഫോക്കസ് ചെയ്യണം. പക്ഷെ ഫിസിക്സ് മാത്സ് ആണെങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്ത് വെറൈറ്റിയാണ് അവിടെ ഇനി ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത്. ഏറ്റവും കൂടുതൽ എക്സാംസ് മോഡൽസ് എഴുതി പോകുന്നതായിരുന്നു ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് വന്നത്. എൻ്റെ ഒരു പിയേഴ്സ് തന്നെയായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തത്. എൻ്റെ കൂടെ തന്നെ ഇരുന്ന് ഏറ്റവും കൂടുതൽ പഠിച്ച് മാർക്ക് മേടിച്ച് എൻ്റെ കൂടെ തന്നെ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന ആൾക്കാർ. ഇപ്പോൾ ഓരോ പരീക്ഷയിൽ കെയർലെസ് വന്ന് അത് എഴുതി നോക്കി, പിന്നീട് അത് നോക്കി, അങ്ങനെ കെയർലെസ് മിസ്റ്റേക്സ് കുറച്ച് അവസാനം വരാൻ നോക്കി. 2026 ജെ അഡ്വാൻസ്ഡ് എക്സാമിനേഷനിൽ ഉന്നത വിജയം കരസ്ഥമാക്കി ഏറ്റവും നല്ല റാങ്ക് നേടിയിരിക്കുന്ന ആരോൺ ആണ് ഇന്ന് നമ്മളോട് കൂടെ ഉള്ളത്. സോ ആരോൺ, ആദ്യമേ തന്നെ കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ ആരോൺ, അപ്പോൾ ഒരുപാട് നാളത്തെ എഫേർട്ടാണ് അല്ലേ ഇത്ര മികച്ചൊരു വിജയം നേടിയിരിക്കുന്നു. എന്ത് തോന്നുന്നു? വളരെ സന്തോഷമായിരുന്നു ഈ റാങ്ക് വന്നപ്പോൾ. ഇനി ആദ്യം തന്നെ ദൈവത്തോട് ഒരു വലിയൊരു നന്ദി പറയാനുണ്ട്. അതിനുശേഷം എൻ്റെ പേരൻസ്, റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, എന്നിട്ട് ബ്രില്യനോട് ഒരു വളരെ വലിയൊരു നന്ദി കൊടുക്കണം. അതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ സ്കൂളിലുണ്ടായിരുന്ന പ്രിൻസിപ്പളും ടീച്ചേഴ്സും അവിടുത്തെ ഫെസിലിറ്റീസൊക്കെ ഉപയോഗിക്കാൻ സമ്മതിച്ചതിനും സപ്പോർട്ട് തന്നതിനും ഒരു വലിയ നന്ദി പറയാനുണ്ട്. ഓക്കെ, ഇത്രയും വലിയൊരു വിജയം എക്സ്പെക്ട് ചെയ്തിരുന്നോ? ഇത്രയും വിചാരിച്ചിരുന്നില്ല. അപ്പൊ എക്സാം എങ്ങനെയായിരുന്നു? ടഫ് ആയിരുന്നോ അതോ ഈസി ആയിരുന്നോ? മോഡറേറ്റ് എങ്ങനെയായിരുന്നു? എക്സാം എഴുതിയിരിക്കുന്ന സമയത്ത് വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. അതിന് ശേഷം വന്നപ്പം കൂടുതലൊക്കെ കിട്ടിയെന്നും കണ്ടു. അതിലൊരു സന്തോഷം ഉണ്ടായിരുന്നു. ഓക്കെ, എക്സാമിലേക്ക് വന്നപ്പോൾ സബ്ജക്റ്റ് ഒക്കെ എങ്ങനെയായിരുന്നു? പാടായിട്ട് തോന്നി, എളുപ്പമായിട്ട് തോന്നിയോ? ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്? ഫിസിക്സ് എനിക്ക് അല്പം ബുദ്ധിമുട്ടായിട്ട് തോന്നി. കെമിസ്ട്രി, മാത്സ് എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ആയിരുന്നു, അതേപോലെ തന്നെ ചെയ്യാൻ പറ്റി. ഫിസിക്സ് ഇത്രയും കൂടെ ബുദ്ധിമുട്ടായി തോന്നി, പക്ഷെ വലിയ കുഴപ്പമില്ലാതെ ചെയ്ത് കിട്ടി. ഡൂബിൾ ആയിട്ട് തന്നെ. ഓക്കെ ഓക്കെ. അപ്പോൾ ജെ അഡ്വാൻസ്ഡ് മുന്നോടിയായിട്ട് എന്തെല്ലാം പ്രിപ്പറേഷൻസ് ആണ് ചെയ്തത് മെയിനായിട്ട്? ജെ അഡ്വാൻസിന് മെയിൻലി പ്രോബ്ലം ചെയ്ത് തന്നെയാണ് പഠിക്കുന്നത്. ഇങ്ങനെ ഒരു ഐഡിയ കിട്ടുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ചുമ്മാ തിയറി നോക്കുന്ന മാത്രമല്ലാതെ ഒരു വെറൈറ്റിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി പോയിരുന്നു. ഓരോ സബ്ജക്റ്റിനോടും ആരോന്റെ ഒരു അപ്രോച്ച് എങ്ങനെയായിരുന്നു? ഓരോ സബ്ജക്റ്റിനും അതിൻ്റെ തന്നെ ഒരു അപ്രോച്ച് ആവശ്യമുണ്ട്. കെമിസ്ട്രിക്ക് ആണെങ്കിൽ കുറെ തിയറി എക്സ്ട്രാ വരുന്നതുകൊണ്ട് ആ തിയറി തന്നെ കുറച്ചധികം ഫോക്കസ് ചെയ്യണം. പക്ഷെ ഫിസിക്സ് മാത്സ് ആണെങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്ത് വെറൈറ്റിയാണ് അവിടെ ഇനി ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത്. ജെ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മൾ ഒരു എക്സാം ചെന്ന് എഴുതുക എന്ന് തന്നെയല്ല, അതിനൊരു മെന്റൽ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ എന്തെല്ലാമായിരുന്നു ആരോന്റെ ആ ഒരു മെന്റൽ പ്രിപ്പറേഷൻ, അല്ലെങ്കിൽ ആരോനെ ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് എത്തിക്കാൻ ഹെൽപ്പ് ചെയ്ത ഫാക്ടേഴ്സ് എന്തെല്ലാമായിരുന്നു? ഏറ്റവും കൂടുതൽ എക്സാംസ് മോഡൽസ് എഴുതി പോകുന്നതായിരുന്നു ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് വന്നത്. ഒരു 6 hours ആണല്ലോ ടോട്ടൽ ജെ അഡ്വാൻസിന്. അത് മൊത്തം അങ്ങനെ ഇരുന്ന് തന്നെ ശീലിക്കുന്നതാണ് ഏറ്റവും ആവശ്യമുള്ളത്. ഓക്കെ, എത്രത്തോളം അവേഴ്സ് അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്? കണക്ക് വല്ലതും എടുത്തിട്ടുണ്ടോ? കണക്കൊന്നും എടുത്തിട്ടില്ല, കിട്ടാവുന്ന മാക്സിമം നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ട് അല്ലേ? ഓക്കെ. അതുപോലെ ബ്രില്യനിലെ ഫാക്കൽറ്റീസിനോട് എന്താണ് പറയാനുള്ളത്? അവരുമായിട്ടുള്ള അടുപ്പവും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? അവരുടെ സപ്പോർട്ട് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. അവർ കുറെ റിസോഴ്സസും ഉപദേശങ്ങളും ഫെസിലിറ്റീസും എല്ലാം തന്നിട്ടുണ്ട്. ആവശ്യം എന്ത് ചോദിച്ചാലും അവർ ചെയ്തു തന്നിട്ടുണ്ട്. ഇപ്പോൾ ബ്രില്യനിലെ സംബന്ധിച്ചിടത്തോളം ഫാക്കൽറ്റീസ് മാത്രമല്ല, ഇതിൻ്റെ ഒരു നോൺ ടീച്ചിങ് ഫാക്കൽറ്റീസ് ആയിട്ടും കൂടെ ഉണ്ട് അല്ലേ? നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കുകയും നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ മാനസികമായിട്ടുള്ള സപ്പോർട്ടൊക്കെ നൽകുകയും ചെയ്യുന്ന നമ്മുടെ ക്ലാസ് ടീച്ചേഴ്സ് ഉണ്ട്, മെൻറ്റേഴ്സ് ഉണ്ട് അല്ലേ? അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? ഒരു വലിയൊരു നന്ദി തന്നെയാണ് പറയാനുള്ളത്. ബിക്കോസ് അവരുടെ സപ്പോർട്ട് ഇല്ലാതെ ഒന്നും കിട്ടത്തില്ലായിരുന്നു. ജോസി സാറും അമൽ സാറും ഉണ്ടായിരുന്നു, എൻ്റെ കോർഡിനേറ്റർ ബിജു സാറും ഉണ്ടായിരുന്നു. അവരുടെ സപ്പോർട്ട് ഇല്ലാതെ ഇത് കിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഒരു ഡ്രീം ക്യാമ്പസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഉണ്ടോ? ഒരു പ്രത്യേക ഡ്രീം ക്യാമ്പസ് ഇല്ല, പക്ഷെ ഒരു നല്ലൊരു IIT-യിൽ ഒരു നല്ല ബ്രാഞ്ച് കിട്ടാൻ തന്നെയായിരുന്നു എൻ്റെ ഒരു എയിം. ഓക്കെ, ആഗ്രഹമുള്ള എന്തെങ്കിലും ഒരു ബ്രാഞ്ച് അങ്ങനെ ചോദിച്ചാൽ? പ്രിഫറബിളി ഒരു കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ആ ഒരു റീജിയനിൽ തന്നെ. ഓക്കെ, എന്തുകൊണ്ടാണ് ആ ഒരു മേഖലയിലേക്ക് ഒരു ഫോക്കസ്? അവിടെ തന്നെയായിരുന്നു ഒരു താല്പര്യം. പഠിച്ച സബ്ജക്ട്സിലാണെങ്കിലും അതിലായിരുന്നു എനിക്കൊരു കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ജെ അഡ്വാൻസ്ഡിന്റെ പ്രിപ്പറേഷൻ ജേർണിയിൽ ആരായിരുന്നു ആരോന്റെ ഒരു മോട്ടിവേഷൻ? അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നോ? ഒരു എൻ്റെ ഒരു പിയേഴ്സ് തന്നെയായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തത്. എൻ്റെ കൂടെ തന്നെ ഇരുന്ന് ഏറ്റവും കൂടുതൽ പഠിച്ച് മാർക്ക് മേടിച്ച് എൻ്റെ കൂടെ തന്നെ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന ആൾക്കാർ.
എടുത്തു പറയുകയാണെങ്കിൽ റോഷനും ജേക്കബും ആൽഫ്രഡ് കണ്ട് തന്നെയാണ് ഞാനും അവിടെ ഇരുന്നത്. നിങ്ങളെല്ലാവരും ആയിരുന്നു ഒരു ഇനി ആൾക്കാരുണ്ടായിരുന്നു, കുറെ ഒരു ആൾക്കാരുടെ പഠിക്കാൻ തന്നെ തീരുമാനമുള്ള ഒരു ഗ്രൂപ്പായിരുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ ഇവരുമായിട്ടുള്ള ഒരു കമ്പൈൻ സ്റ്റഡി ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു. എന്ത് സംശയം വന്നാലും അവർ പറയാൻ റെഡിയായിരുന്നു. നമ്മൾക്ക് ആർക്ക് സംശയം വന്നാലും എങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാനായിരുന്നു നമ്മൾ നോക്കിയായിരുന്നു. ഒരു പ്രോബ്ലം വന്നാൽ അതിന്റെ സൊല്യൂഷൻ ശരി വൃത്തിക്ക് തന്നെ പറഞ്ഞു തരാൻ അവർ റെഡിയായിരുന്നു. ഓക്കെ. അപ്പൊ ഈ ഒരു പഠന കാലത്ത് ആരോടെ ഫാമിലിയുടെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? അവർ കുറച്ചധികം സപ്പോർട്ട് തന്നിട്ടുണ്ട്. എല്ലാ 2-3 ആഴ്ച വന്ന് കാണാൻ വരികയും എന്നിട്ട് എന്തെങ്കിലും ബുക്സ് വല്ല ആവശ്യം ഉണ്ടെങ്കിൽ അവർ വാങ്ങിച്ചു തരികയും എന്നിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ട് പറഞ്ഞാലും അവർ എത്രയും നന്നായിട്ട് ചെയ്തു തരാൻ നോക്കുമായിരുന്നു. ഓക്കെ. ബ്രില്യന്റിലെ ഏത് ഫെസിലിറ്റിയാണ് ആരോൺ ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ്? ഈലാണ് ആപ്പ്. അതിൽ ഏറ്റവും കൂടുതൽ മോക്ക് ടെസ്റ്റും ക്വസ്റ്റ്യൻസും ടെസ്റ്റുകളും പ്രാക്ടീസ് ചെയ്യാനുള്ള ഇതുണ്ടായിരുന്നു. ഓക്കെ. അതിനുവേണ്ടി എത്ര സമയം ഇൻവെസ്റ്റ് ചെയ്യണമായിരുന്നു? അവസാനത്തെ കുറച്ച് മാസങ്ങൾ കൂടുതൽ അത് തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചോദിക്കുകയാണെങ്കിൽ ഇത്ര വർഷം അല്ലെങ്കിൽ ഇത്ര മാസങ്ങൾ, അതായത് 2 വർഷത്തോളം നമ്മൾ ഈ ഒരു കാര്യം ജെ അഡ്വാൻസ്ഡ് എന്നൊരു കാര്യത്തിലേക്കാണ് ഫോക്കസ് ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ പാഠങ്ങളും പഠിച്ച് നമ്മൾ ഈ ഒരു മോഡൽ എക്സാംസ് എഴുതുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു ടഫ്നെസ് മനസ്സിലാക്കി തുടങ്ങിയത്? എങ്ങനെയാണ് ടഫ്നെസ്? ആദ്യം ചാപ്റ്റർ വൈസ് പോകുമ്പം ഒരു ചാപ്റ്ററുടെ ക്വസ്റ്റ്യൻസിന്റെ ലെവലും ഡിഫിക്കൽട്ടി മാറിക്കൊണ്ടിരിക്കും. പക്ഷെ ഏറ്റവും വ്യത്യാസം വരുന്ന എല്ലാ ചാപ്റ്റേഴ്സ് ഒരുമിച്ച് വരുമ്പോൾ പല പല ഡിഫറെന്റ് ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് ഒരുമിച്ച് വരുമ്പോഴാണ് ശരിക്കും ഡിഫിക്കൽട്ടി വരുന്നത്. അപ്പോൾ അങ്ങനത്തെ മോക്ക് ടെസ്റ്റ് എല്ലാം കൂടി ചേർക്കുന്ന ഇത് ചെയ്യാൻ തുടങ്ങുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ. അപ്പോൾ ആദ്യമായിട്ട് അവർ മോക്ക് ടെസ്റ്റ് എഴുതിയ ഒരു എക്സ്പീരിയൻസ് ഓർക്കുന്നുണ്ടോ? എല്ലാ യൂണിറ്റും കൂടെ ഉള്ള ആ ഒരു മോക്ക് എക്സാം വലിയ കുഴപ്പമില്ലായിരുന്നു. ആദ്യത്തെ കുറച്ച് എക്സാംസ് അവർ ഒരു ഫീൽ ഇട്ടാനായിട്ട് ഇത്ര എളുപ്പമാക്കി തന്നു. എന്നിട്ടാണ് അവർ വൃത്തിക്ക് ഡിഫിക്കൽട്ടി കൂട്ടി വരുമ്പോൾ എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഇന്നലെ കണ്ട രീതിയിലുള്ള ചോദ്യം അല്ലല്ലോ എന്നുള്ളൊരു, നമുക്ക് മാർക്കൊക്കെ കുറയും, നമുക്ക് ഇത്രയും ബുദ്ധിമുട്ട് തോന്നും. പക്ഷെ അങ്ങനെ ചെയ്ത് പഠിക്കുമ്പോഴാണ് നമ്മൾക്ക് മാക്സിമം വെറൈറ്റി നമുക്ക് കിട്ടുന്നത്. ഓക്കെ. ഇങ്ങനെ മാർക്ക് കുറഞ്ഞു പോകും പല കുട്ടികൾക്കും ചെറിയ മെന്റൽ സ്ട്രെസ്സും, ഇതെന്താ ഇങ്ങനെ മാർക്ക് കുറയുകയാണല്ലോ, അങ്ങനെ കുറെ ഡൗട്ടൊക്കെ, സെൽഫ് ഡൗട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആരോട് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിൽ നിന്ന് തിരിച്ചു വന്നത്? അത്രയായിട്ട് വന്നിട്ടില്ല. ഇടയ്ക്കൊക്കെ ഒരു വിഷമം വരും മാർക്ക് നല്ലപോലെ കുറഞ്ഞു പോകുമ്പം. ആ സമയത്ത് കുറച്ചും കൂടി പഠിക്കാൻ ഒരു മോട്ടിവേഷനായിട്ട് തന്നെ കണ്ടുവരുന്നത്. ഓക്കെ. എങ്ങനെയാണ് ഈ മാർക്ക് കുറഞ്ഞു പോകുന്നത് എന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. എങ്ങനെയാണ് ആരോട് അത് ഐഡന്റിഫൈ ചെയ്തോണ്ടിരുന്നത്? ആദ്യത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് ചെയ്യാൻ അറിയാത്തതുകൊണ്ടായിരുന്നു. എനിക്ക് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്യുന്നതിന് അപ്രോച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്നും അറിയില്ലാത്തതുകൊണ്ട് ആദ്യം കുറേ മാർക്സ് കുറവായിരുന്നു. എന്നിട്ട് അവസാനമായപ്പോഴേക്കിനും എനിക്ക് ഐഡിയ വരാൻ തുടങ്ങി. എന്നിട്ടും പ്രശ്നമായിട്ട് വന്ന കെയർലെസ് മിസ്റ്റേക്സ് ആയിരുന്നു. അപ്പോൾ ഓരോ പരീക്ഷയിൽ കെയർലെസ് വന്ന് അത് എഴുതി നോക്കി, പിന്നീട് അത് നോക്കി, അങ്ങനെ കെയർലെസ് മിസ്റ്റേക്സ് കുറച്ചാണ് അവസാനം വരാൻ നോക്കി. അപ്പോൾ ഈ ഒരു വിജയം ആഘോഷിക്കാനായിട്ട് നമ്മളുടെ ആരോൺ മാത്രമല്ല, ആരോണിൻ്റെ പേരൻസും അതുപോലെ തന്നെ സിസ്റ്ററും ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് അവരെ എല്ലാവരെയും ഒന്ന് പരിചയപ്പെടാം, അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. ഞാൻ ആരോണിൻ്റെ ഫാദറാണ്. ആരോണിൻ്റെ മദർ ബാല ജേക്കബ് എഞ്ചിനീയറാണ്, ഇപ്പോൾ ഹൗസ് വൈഫാണ്. മൂത്ത മോള് ടെസ ജേക്കബ് സെൻറ്റ് ട്രേസാസിലും MA പഠിക്കുന്നു. മൈസെൽഫ് ബോബി ജേക്കബ് ഡോക്ടറാണ്, ലിസി ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക് കൺസൾട്ടൻ്റാണ്. ഓക്കെ. അപ്പോൾ സാറേ, ജെ അഡ്വാൻസ്ഡ് പോലത്തെ ഒരു എക്സാമിലാണ് ആരോൺ ഇത്ര വലിയൊരു വിജയം നേടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു റിസൾട്ട് അറിഞ്ഞ ഒരു മൊമെൻ്റ് ഒക്കെ എങ്ങനെയായിരുന്നു? വളരെ എക്സൈറ്റഡ് ആൻഡ് ഹാപ്പിയാണ്. ദൈവത്തിന് നന്ദി പറയുന്നു. അവന് ഡിസേർവ് ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. കാര്യം അവൻ ആദ്യം മുതലേ പഠിക്കുമായിരുന്നു. മാതാനത്ത് സ്കൂളിൽ ചേർന്നപ്പം മുതൽ അതിനോടൊരു ഡെഡിക്കേഷനോടുകൂടി പഠിച്ചു. ഹാർഡ് വർക്ക് ചെയ്യായിരുന്നു. അവിടുത്തെ സ്കൂളും അവിടുത്തെ ഒരു പിയർ ഗ്രൂപ്പും വളരെയധികം അവനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ വി ആർ ഗ്രേറ്റ്ഫുൾ ഫോർ ബ്രില്യൻ ആൻഡ് മാതാനം കെ സ്കൂൾ. മാം, അപ്പോൾ നമസ്കാരം. 2 വർഷം ആരോൺ ബ്രില്യൻറ്റിൻ്റെ കൂടെയായിരുന്നു ആരോണിൻ്റെ ഒരു ജേർണി എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് മാം അത് കണ്ടു നിന്നത്? എങ്ങനെയാണ്? നല്ല ഒരു അനുഭവമായിരുന്നു. ആരോണിനെ കാണാൻ പോകുമ്പോഴും സ്കൂളിലും ജോസഫ് സാറാണേലും കോർഡിനേറ്റേഴ്സ് ആണെങ്കിലും ഒക്കെ എപ്പോഴും നല്ല അഭിപ്രായം പറയുമായിരുന്നു. അവരൊക്കെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. ബ്രില്ലിനെ പറ്റി നല്ല അഭിപ്രായമാണ്. ആരുടെ സീനിയറായിട്ട് ഇവിടെ രാജഗിരിയിൽ 10th പഠിച്ചൊരു കുട്ടിയാണ് ഈ സ്കൂളും ബ്രില്യൻറ്റിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അപ്പം തന്നെ ആരനെ അവിടെ വിടണമെന്ന് ഞങ്ങൾ ഓർത്തു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ. അപ്പോൾ ജെഇ 2026 ഏറ്റവും മികച്ച വിജയം കരസ്ഥമാക്കിയിരിക്കുന്ന ആരോൺ ആണ് നമ്മളോടൊപ്പം. സോ ആരോൺ, വൺസ് അഗെയിൻ കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. Thank you sir. Thank you ma'am. Brilliant Study Center,
India's #1 coaching center for NEET and JEE.